ആലക്കേടിന്റെ യൂക്കാൽ പിശുനത വളരും വാഴ്വിതൻ ദുഷ്കരത്വം മാലിന്യം തീർക്കയാലൻ ചലിതമനം നിഷ്ഠകൾ താണ്ടിടുന്നു. ആലംബം നൽക ദേവി ഗുരുഭവനപുരേ വാമഭാഗേ വിളങ്ങും പാലേ ലീലേ വസിക്കൻ മനസി സുഹൃതസന്താനവല്ലി സുചില്ലി ദേവി ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവിധിയിലേക്ക് സുസ്വാഗതം. നവമസ്കന്ധത്തിലെ 20-ാമത്തെ അധ്യായമാണ് അവലോകനം ചെയ്യുന്നത്. ചന്ദ്രചൂഡനും ദേവന്മാരും തമ്മിലുള്ള യുദ്ധം. മഹാദേവനും ദേവന്മാരുമെല്ലാം ഇതാ യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുന്നു. ശിവദൂതൻ വന്ന് പറഞ്ഞ വർത്തമാനങ്ങളെല്ലാം ചന്ദ്രചൂഡൻ ഇതാ തുളസിയോട് പറഞ്ഞു. അത് കേട്ട അല്പം മനസ്സിന് വിഷമമുണ്ടായെങ്കിലും തുളസി ചന്ദ്രചൂഡനോട് പറയുകയാണ്, ഹേ നാഥ, ക്ഷണനേരം എൻ്റെ വാക്കുകൾ കേൾക്കണം. ഞാൻ മനസ്സാഗ്രഹിക്കുന്ന ഭോഗസുഖങ്ങളെല്ലാം അങ്ങ് അനുഭവിക്കണം. ഞാൻ അങ്ങയെ വേണ്ടത് പ്രകാരം ഒന്ന് ഞാനിതാ അരക്ഷണമെങ്കിലും നന്നായിട്ട് കാണട്ടെ. എന്തോ എൻ്റെ മനസ്സ് വളരെ കണ്ട് നീറുകയാണ്. മാത്രമല്ല, ഇന്ന് വെളുപ്പം ഞാനൊരു ദുസ്വപ്നവും കണ്ടു. തുളസി പറഞ്ഞതിൻ്റെ സാരം ശരിക്കുൾക്കണ്ട ആ രാജൻ ആഹാരമെല്ലാം കഴിച്ച് ജലപാനം ചെയ്തു. എന്നിട്ട് അദ്ദേഹം അവളെ ഹിതവും സത്യവും വസ്തുമായ യഥോചിതമായ ആ സത്യത്തെ ബോധ്യപ്പെടുത്തി. തുളസി കർമ്മഭോഗങ്ങളെല്ലാം കാലസൂത്രത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതാണ്. ശുഭം, ഹർഷം, സുഖം, ദുഃഖം, ഭയം, ശോകം, മംഗളം എന്നിവയ്ക്കെല്ലാം കാലാധീനങ്ങളാണ്. ഇതെല്ലാം കാലത്തിന് വിധേയമായി ആണ് ഒരു ചെടി മുളയ്ക്കുന്നത്, അതിന്മേൽ ശാഖകൾ ഉണ്ടാകുന്നത്, ക്രമേണ പൂക്കുന്നത്. കാലത്തിന് വിധേയമായി തന്നെ അതിൽ ഫലങ്ങളും ഉണ്ടാകുന്നു. ഫലങ്ങൾ പക്വങ്ങളാകുന്നതും കാലം കൊണ്ട് തന്നെയാണ്. കാലാധീനമായി കായ്ക്കുന്നു, കാലവിധേയമായി താഴെ വീഴുകയും ചെയ്യണു. ഈ ലോകങ്ങളും അതുപോലെ കാലവിധേയമായിട്ട് ആവിർഭവിക്കണു, വിധേയമായി തന്നെ നശിക്കുകയും ചെയ്യണു. കാലത്തെ ആശ്രയിച്ച് ബ്രഹ്മാവ് സൃഷ്ടിക്കണോ, വിഷ്ണു സംരക്ഷിക്കണോ, സംഹാർത്താവായ ശിവൻ സംഹരിക്കുന്നു. അവർ മൂവരും കാലത്തിന് അധീനരാണ്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ തുടങ്ങിയവരുടെ ഈശ്വരൻ മൂലപ്രകൃതി സ്വരൂപനാണ്. അവൻ തന്നെയാണ് സൃഷ്ടാവും സംരക്ഷകനും സംഹർത്താവും. അവൻ തന്നെയാണ് ആത്മാവും കാലത്തിൻ്റെ നർത്തകനും. ആ പ്രഭു തന്നെ സൃഷ്ടികാലത്ത് തന്നിൽ നിന്ന് അഭിന്നമായ മായ എന്ന പ്രകൃതിയെ ഇച്ഛാനുസൃതം നിർമ്മിച്ച് സൃഷ്ടിച്ച് സർവചരാചരങ്ങളെയും പ്രത്യേകം ആ മായയെ മുൻനിർത്തി ലോകത്തെ നിർമ്മിക്കണു. സർവേശനും സർവരൂപനും സർവാത്മാവും പരമേശ്വരനുമാകുന്നു അവൻ തന്നെയാണ് ജനത്തെ കൊണ്ട് ജനത്തെ ജനിപ്പിക്കുന്നതും ജനത്തെ കൊണ്ട് ജനത്തെ രക്ഷിക്കുന്നതും ജനത്തെ കൊണ്ട് തന്നെ ജനത്തെ സംഹരിപ്പിക്കുന്നതും. ആ ദേവനെ നീ ഭജിച്ചോളൂ. ആരുടെ കൽപ്പനയാണോ വായു നിൽക്കാതെ വീശുന്നത്, ആരുടെ കൽപ്പന അനുസരിച്ചാണോ സൂര്യൻ യഥാവസരം ജ്വലിക്കുന്നത്, ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നത്, മൃത്യു ജീവരാശികളെ പിടികൂടുന്നത്, അഗ്നി ജ്വലിക്കുന്നത്, ചന്ദ്രൻ ശീതളനായി സഞ്ചരിക്കുന്നത്, മൃത്യുവിൻ്റെ മൃത്യുവും കാലന്റെ കാലനും യമന്റെ യമനും സൃഷ്ടാവിൻ്റെ സൃഷ്ടാവും സംസാരത്തിലെ മാതാവിൻ്റെ മാതാവും സംഹാരത്തിൻ്റെ സംഹാരഹർത്താവുമായ ആ ദേവനെ നീ ഭജിക്കൂ. ആരാണ് ഇവിടെ ബന്ധു? അതുകൊണ്ട് സർവ്വക്കും ബന്ധുവായ അവനെ തന്നെ നീ ഭജിച്ചോളൂ. ഞാനാരാണ്, നീ ആരാണ്? പണ്ട് വിധിയാണ് എന്നെ ഇപ്രകാരം നിന്നോടും കർമ്മത്തോടും ബന്ധിച്ചത്. ഇപ്പോൾ ആ വിധി തന്നെയാണ് വേർപെടുത്തുന്നതും. അറിവില്ലാത്തവനാണ് ദുഃഖത്തെ ഭയക്കുന്നത്. അറിവുള്ളവരെ ആപത്ത് വരുമ്പോൾ ദുഃഖിക്കുകയില്ല. കാലചക്രം തിരിയുന്നതിനനുസരിച്ച് സുഖദുഃഖങ്ങൾ വന്നുപോയിക്കൊണ്ടിരിക്കണോ. പണ്ട് നീ ബദരികാശ്രമത്തിൽ തപസ് ചെയ്തു
ുണ്ടല്ലോ. അതിൻ്റെ ഫലമായി നിനക്ക് സർവേശ്വരനായ നാരായണനെ ഭർത്താവായി ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ്. നിന്നെ എനിക്ക് ലഭിച്ചത് തപസ്സുകൊണ്ടും ബ്രഹ്മാവിൻ്റെ വരം കൊണ്ടും മാത്രമാണ്. ഹരിയെ ലഭിക്കാനും നീ തപസ് ചെയ്തിട്ട് ഉണ്ട്. ഹരിയെയും നിനക്ക് പ്രാപിക്കാം. ഗോലോകത്തിൽ വെച്ച് നിനക്ക് വൃന്ദവനവാസിയായ ഗോവിന്ദനെയും ലഭിക്കും. ഞാൻ ഈ ദാനവ ശരീരം വെടിഞ്ഞ് ആ ഗോലോകത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. അവിടെ വെച്ച് നിനക്കെന്നെ കാണാം. ഞാൻ നിന്നെയും കാണും. രാധയുടെ ശാപഫലമായിട്ടാണ് ദുർബലമായ ഈ ഭാരതത്തിലേക്ക് ഞാനും വന്നത്. ഞാൻ ആ ഗോലോകത്തേക്ക് തന്നെയാണ് വീണ്ടും തിരിച്ചു പോകാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്കെന്ത് ശോകം. നീയും ഇതാ ഈ ദേഹം വെടിഞ്ഞ് ദിവ്യരൂപം സ്വീകരിച്ച് തൽക്കാലം വിഷ്ണുവിനെ പ്രാപിക്കും. അതുകൊണ്ട് ദുഃഖിക്കാതിരിക്കൂ എന്നൊക്കെ ഇതാ ഉപദേശിക്കുകയാണ് ചന്ദ്രചൂഡൻ. എന്നിട്ട് അവൾക്ക് ഇതായി തത്വജ്ഞാനങ്ങളെല്ലാം കൊടുത്തു. ആ ജ്ഞാനം നേടിയപ്പോൾ തുളസിയുടെ മുഖം കണ്ണും തെളിഞ്ഞു. എല്ലാം നശ്വരം ആണ് എന്ന ബോധത്തോടെ സസന്തോഷം അവള് അദ്ദേഹത്തിനെ യാത്രയാക്കി എന്ന് പറയുകയാണ്. അങ്ങനെ ജയവും തോൽവിയും കൂടാതെ ആ രതിപണ്ഡിതർ ഇരുവരും ഒപ്പത്തിനൊപ്പം വിരക്തിയേറ്റവരായി രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ 20ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കണു. ശംഖചൂഡനും ശിവനും തമ്മിലുള്ള യുദ്ധം അടുത്ത അധ്യായത്തിൽ തുടർന്നു കൊണ്ടുപോകുന്നു. സമയം കഴിഞ്ഞതുകൊണ്ട് ഇവിടെ തന്നെ നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ശ്രീഹരയേ നമഃ. ശ്രീ ദുർഗാപരമേശ്വരിയേ നമഃ.